ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ റോസ്റ്റ് വിത്ത് ബനാനയാണ്. സേമിയ പായസം അല്ല കേട്ടോ, ഇത് എൻ്റെ വീട്ടിലൊക്കെ മിക്ക ടൈമിൽ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഡിഷാണ്. ഇങ്ങനെ പെരുന്നാൾ ഇതൊക്കെ വരുമ്പോൾ മോർണിംഗ് ഇത് ഉണ്ടാക്കും. അതാണ് ഇങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ഒരു പാൻ വെക്കുക, നെയ്യ് ഒഴിക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യും കിസ്മിസും ഫ്രൈ ചെയ്യുക. എൻ്റെ അടുത്ത് ഇവിടെ കാഷ്യൂ ഉണ്ടായിരുന്നില്ല, അങ്ങനെ കിസ്മിസ് കുറച്ച് കൂടുതലിട്ട് ഫ്രൈ ചെയ്തു. പിന്നെ ആ പാനിൽ തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ റോസ്റ്റഡ് സേമിയ ഉണ്ടല്ലോ, നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്ന ആ സേമിയ, അല്ലെങ്കിൽ റോസ്റ്റഡ് അല്ലെങ്കിൽ അല്ലാത്തതും കുഴപ്പമില്ല, നമ്മൾ എന്തായാലും റോസ്റ്റ് ചെയ്യും. റോസ്റ്റഡ് ആണെങ്കിലും ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക കേട്ടോ. മറ്റേതാണെങ്കിൽ ഒരു 10 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പാൽ ആഡ് ചെയ്യുന്നില്ല. ഒരു 2 to 3 ടേബിൾ സ്പൂണോളം, ഒരു ഹാഫ് കപ്പിനോളം അത്ര വേണ്ട, അത്യാവശ്യം വെള്ളം ഇട്ടിട്ടൊന്ന് വേവിക്കുക. കൂടുതൽ വെള്ളം ആവരുത്. ഒരു 5 മിനിറ്റ്സോളം വേവിക്കുക റോസ്റ്റ് ചെയ്തതിന് ശേഷം കേട്ടോ. അതിന് ശേഷം നമ്മൾ പിന്നെ അതൊന്ന് റോസ്റ്റായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ശരിക്കും ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം. എനിക്ക് പഞ്ചസാര തീരെ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഒരു സ്മോൾ സ്പൂണിൽ ഇട്ടത്. പഞ്ചസാര ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ പിന്നെ പഞ്ചസാര വേണ്ടെന്ന് വെച്ചിട്ടാണ്, കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചു. എന്നിട്ട് നമ്മുടെ ഏലക്കപ്പൊടി ഉണ്ടല്ലോ, അതും ചതച്ചിടാൻ, പൊടിയാണെങ്കിൽ പൊടിയിടാം. അത് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ നമ്മുടെ ഫസ്റ്റ് ഫ്രൈ ചെയ്ത കിസ്മിസും കാഷ്യൂ ഉണ്ടെങ്കിൽ കാഷ്യൂ, അതെങ്കിൽ കാഷ്യൂ അത്ര ഇഷ്ടമല്ലാണ്ട് ഞാൻ പിന്നെ കൂടുതലും അങ്ങനെ അത് അധികം ഉണ്ടെങ്കിലും ചേർക്കാറില്ല. കാഷ്യൂം കിസ്മിസൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കിസ്മിസാണ് ഫ്രൈ ചെയ്ത് ഇട്ടേക്കുന്നത്. പിന്നെ ഞാൻ ഏത്തപ്പഴമാണ്, അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടായി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഏത് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റാക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ ഷേപ്പ് ആകുമ്പോൾ അതിൻ്റെ ഒപ്പം കൂട്ടി തിന്നാനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്തൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ബൈ.